മക്കളെ, ഇന്ന് നമുക്ക് ചലേം എന്ന സാരിക ടാക്കൂറിൻ്റെ കഹാനി എടുക്കാം. വളരെ മനോഹരമായ ഒരു കഹാനിയാണിത്. അമ്മയും മകനുമാണ് ഇതിലെ കഥാപാത്രങ്ങൾ. നമുക്ക് നോക്കാം. ടുക്കു എന്നാണ് ഇതിലെ മകൻ്റെ പേര്, കഥാപാത്രത്തിൻ്റെ പേര് ടുക്കു എന്നാണ്. ടുക്കു കൈ ദിനസേ സൈക്കിൾ കി സിദ്ധ് കർ രഹാദ. ടുക്കു കുറേ ദിവസമായിട്ട് സൈക്കിളിന് വേണ്ടി വാശി പിടിക്കുകയായിരുന്നു. സിദ്ധ് കർണ പറഞ്ഞാൽ വാശി പിടിക്കുക. അമ്മാനെ ടുക്കു കെ ലിയെ സൈക്കിൾ ഓർ അപ്പനെ ലിയെ ഏക്ക് സ്കൂട്ടി ഖരീദിലി. അമ്മ ടുക്കുവിന് വേണ്ടി ഒരു സൈക്കിളും അപ്പനെ ലിയെ അമ്മയ്ക്ക് വേണ്ടിയിട്ട്, അപ്പനെ പറഞ്ഞാൽ സ്വന്തമായിട്ട്, അതായത് അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഏക്ക് സ്കൂട്ടി ഖരീദിലി, അമ്മയ്ക്ക് വേണ്ടി ഒരു സ്കൂട്ടിയും വാങ്ങിച്ചു. പർ ആപ്കോ തോ സ്കൂട്ടി ചലാന നഹി ആത്താ. പക്ഷേ നിങ്ങൾക്ക് സ്കൂട്ടി ഓടിക്കാൻ അറിയില്ലല്ലോ. നഹി ആത്ത അറിയില്ലല്ലോ. ടുക്കുവിനെ അമ്മാസെ പൂച്ച. ടുക്കു അമ്മയോട് ചോദിച്ചു. തുമേ ബി തോ സൈക്കിൾ ചലാന നഹി ആത്ത. നിനക്ക് സൈക്കിൾ ഓടിക്കാനും അറിയില്ല, അമ്മ പറഞ്ഞു. തുമേ ബി തോ, ബി പറഞ്ഞാൽ നിനക്കും കൂടി, നിനക്കും എന്തറിയില്ല, സൈക്കിൾ ഓടിക്കാൻ അറിയില്ല. അമ്മ പറയാണ്. മേൻ സീക്കിലൂങ്ക ധീരെ ധീരെ. ഞാൻ പതുക്കെ പതുക്കെ പഠിക്കും. ടുക്കു പോലെ. സീക്ക് എന്ന് പറഞ്ഞാൽ പഠിക്കുക, സീക്കിലൂങ്ക പഠിക്കും. മേം ഞാൻ പഠിക്കും. ധീരെ ധീരെ പതുക്കെ പതുക്കെ. ടുക്കു പോലെ. ടുക്കു പറയാണ് ഞാൻ പതുക്കെ പതുക്കെ പഠിക്കുന്നു. മേം ബി സീക്കിലൂങ്കി ധീരെ ധീരെ. ഞാനും പതുക്കെ പതുക്കെ പഠിക്കും. അമ്മ ആസ്തെ ഹുയ ബോലി. അമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ആസ്ന പറഞ്ഞ ചിരിക്കുക. ആസ്തെ ഹുയ ചിരിച്ചുകൊണ്ട് ബോലി പറഞ്ഞു. മേം ബി സീക്കിലൂങ്കി. മേം ബി പറഞ്ഞ ഞാനും, സീക്കിലൂങ്കി പഠിക്കും. ധീരെ ധീരെ പതുക്കെ. ധീരെ ധീരെ ഉള്ളതുകൊണ്ട് പതുക്കെ പതുക്കെ എന്നുള്ള അർത്ഥം കേട്ടോ. ഉസ് രാത്ത് ദോനോക്കോ നീന്തിന്ന ആയി. ആ രാത്രി രണ്ടു പേർക്കും, ദോനോക്കോ രണ്ടു പേർക്കും, നീന്തിന്ന ആയി ഉറക്കം വന്നില്ല. ആ രാത്രി, രാത്ത് പറഞ്ഞ രാത്രി, ഉസ് രാത്ത് ആ രാത്രി, ദോനോക്കോ രണ്ടു പേർക്കും നീന്തിന്ന ആയി ഉറക്കം വന്നില്ല. സുബ ടുക്കുനെ അപ്പനി സൈക്കിൾ നികാലി. സുബ പറഞ്ഞ രാവിലെ. രാവിലെ ടുക്കു അപ്പനി സൈക്കിൾ സ്വന്തം സൈക്കിൾ നികാലി പുറത്തെടുത്തു. നികാലിന പറഞ്ഞ പുറത്തെടുക്കുക. സ്വന്തം സൈക്കിൾ എടുത്തു. ഔർ അമ്മാനെ അപ്പനി സ്കൂട്ടി. അമ്മയോ? അമ്മ സ്വന്തം സ്കൂട്ടി എടുത്തു. അമ്മ അമ്മയുടെ സ്കൂട്ടിയും എടുത്തു. ടുക്കുവിന്റെ സൈക്കിളും എടുത്തു. രാവിലെ ആയപ്പോട്ടോ. ജ്യാദാ ദൂർ മത്ത് ജാന. കൂടുതൽ ദൂരേക്ക് പോവരുത്. അമ്മാനെ ടുക്കുക്കോ സമച്ചായ. അമ്മ ടുക്കുവിനെ മനസ്സിലാക്കിച്ചു. സമച്ചാന പറഞ്ഞാൽ മനസ്സിലാക്കിക്കുക. അമ്മ ടുക്കുവിനോട് പറഞ്ഞ് മനസ്സിലാക്കിക്കുകയാണ് അധികം ദൂരേക്കൊന്നും പോവരുത് കേട്ടോ എന്ന് അമ്മ പറയാണ്. ജ്യാദാ പറഞ്ഞ കൂടുതൽ, ദൂർ ദൂരെ, മത്ത് ജാന പോവരുത്. ആപ്പ് ബി സാദാ ദൂർ മത്ത് ജാന. ആപ്പ് ബി സ്യാദാ ദൂർ മത്ത് ജാന. താങ്കളും, ആപ്പ് ബി പറഞ്ഞ താങ്കളും, സ്യാദാ ദൂർ കൂടുതൽ ദൂരം, മത്ത് ജാന പോകരുത്, നിങ്ങളും കൂടുതൽ ദൂരം പോകരുത്. ടുക്കുവിനെ അമ്മാക്കോ സമജായ. ടുക്കു അമ്മയോടും പറഞ്ഞു. ടുക്കുവിനെ പഹലെ ആദാ പെഡൽ മാര. ടുക്കു ആദ്യം ആദാ പെഡൽ മാര പറഞ്ഞാല് പെഡൽ ഭാഗികമായി അമർത്തി. ആധാ പെഡൽ മാര, പെഡൽ ഭാഗികമായി അമർത്തി. ആധാ പെഡൽ മാർത്തേ മാർത്തേ. അങ്ങനെ പെഡൽ ഭാഗികമായി അമർത്തിക്കൊണ്ട് സീറ്റ് പർ ബൈഠ്നേക്ക് കോശിഷ് കി. സീറ്റ് പർ സീറ്റിന്റെ മുകളിലേക്ക്, ബൈഠ്നേക്ക് ഇരിക്കാൻ, കോശിഷ് കി പരിശ്രമിച്ചു. അങ്ങനെ പെഡൽ ഭാഗികമായി ചവിട്ടിക്കൊണ്ട് സീറ്റിൽ കയറി ഇരിക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിച്ചു. പർ ജയ്സേ ഹി വോ സീറ്റ് പർ ബൈഠ. എങ്ങനെയൊക്കെയോ വോ വഹ് അവൻ, സീറ്റ് പർ ബൈഠ സീറ്റിലിരുന്നു. ഹാൻഡിൽ ഗൂമ. അങ്ങനെ എങ്ങനെയൊക്കെയോ അവൻ ശ്രമിച്ചിട്ട് സീറ്റിൽ ഇരുന്നു. എന്നിട്ടോ ഹാൻഡിൽ ഗൂമ, ഹാൻഡിൽ തിരിച്ചു. ഗൂമ പറഞ്ഞാൽ തിരിക്കുക. ഹാൻഡിൽ ഗൂമ, ഹാൻഡിൽ തിരിച്ചു. പാവ് പെഡൽ തക്കുന്ന പഹൂഞ്ചേ. അവന്റെ കാല് പെഡൽ വരെ എത്തിയില്ല. സൈക്കിളിന്റെ മേലെ കയറി ഇരുന്നതിന് ശേഷം കാല് പെഡൽ വരെ എത്തിയില്ല. തക്ക് പറഞ്ഞ വരെ, ന പഹൂഞ്ചേ എത്തിയില്ല. ബാലൻസ് ബിഗട. ബാലൻസ് തെറ്റി. ബാലൻസ് ബിഗട പറഞ്ഞ ബാലൻസ് തെറ്റി. സൈക്കിൾ ടുക്കു
ടുക്കു ദോനോം ഗിർപടെ. സൈക്കിളും ടുക്കുവും രണ്ടും ഗിർപടെ വീണു. രണ്ടുപേരും വീണു. സൈക്കിളും വീണു, ടുക്കുവും വീണു. ദടാം ദടാം എന്ന ശബ്ദത്തോടെ രണ്ടും വീണു. സൈക്കിളും ടുക്കുവും വീണു. ഉദർ അമ്മ സ്കൂട്ടി സീക്ക് രഹി ദി. അപ്പൊ അപ്പുറത്ത് എന്താണ് സംഭവിക്കുന്നത്? ഉദർ പറഞ്ഞ അവിടെ. അവിടെ ഇവിടെ ടുക്കു നിലത്ത് വീണു ഇല്ലേ? ഇനി അവിടുത്തെ സംഭവം പറയാൻ പോവാണ്. അവിടെ അമ്മ സ്കൂട്ടി സീക്ക് രഹി ദി. സ്കൂട്ടി പഠിക്കുകയായിരുന്നു. സീക്ക് എന്ന് പറഞ്ഞാൽ പഠിക്കുക. സ്കൂട്ടി സീക്ക് രഹി ദി. സ്കൂട്ടി പഠിക്കുകയായിരുന്നു. ഉന്നോനെ ഹാൻഡിൽ കോ ദോനോം ഹാത്തോം സേ കസ്കർ ദാമ. ഉന്നോനെ പറഞ്ഞ അവർ. അമ്മ എന്താ ചെയ്തത്? ഹാൻഡിൽക്കോ ഹാൻഡില് ദോനോം ഹാത്തോം സേ രണ്ട് കൈകൾ കൊണ്ടും കസ്കർ ദാമ. കസ്കർ ദാമ പറഞ്ഞ മുറുകെ പിടിച്ചു. കസ്കർ ദാമ മുറുകെ പിടിച്ചു. രണ്ട് കൈകൾ കൊണ്ടും മുറുകെ പിടിച്ചു. ബായേം ഹാത്ത് സേ ബ്രേക്ക് ദബായ. ബായേം ഹാത്ത് സേ ബ്രേക്ക് ദബായ. ഇടതു കൈ കൊണ്ട്. ബായേം ഹാത്ത് പറഞ്ഞ ഇടതു കൈ. ഇടതു കൈ കൊണ്ട് ബ്രേക്ക് ദബായ ബ്രേക്ക് അമർത്തി. ദായേം ഹാത്ത് സേ എക്സിലറേറ്റർ ഗുമായ. ദായേം ഹാത്ത് സേ. ദായേം ഹാത്ത് എന്ന് പറഞ്ഞാല് വലതു കൈ. വലതു കൈ കൊണ്ട്. ദായേം ഹാത്ത് സേ വലതു കൈ കൊണ്ട് എക്സിലറേറ്റർ ഗുമായ. വലതു കൈ കൊണ്ട് ആക്സിലറേറ്റർ തിരിച്ചു. ഗുമായ പറഞ്ഞ തിരിക്കുക. ആക്സിലറേറ്റർ തിരിച്ചു. പർ സ്കൂട്ടി വഹീം ഗഡി രഹി. പക്ഷേ സ്കൂട്ടി വഹീം ഗഡി രഹി. ഗഡി നിൽക്കുക. വഹീം അവിടെ തന്നെ നിന്നു. ഫിർ അമ്മാനെ ബ്രേക്ക് ചോട് ദിയ. പിന്നെ അമ്മ എന്താ ചെയ്തത്? ബ്രേക്ക് ചോട് ദിയ. ബ്രേക്ക് വിട്ടു. ബ്രേക്ക് ചോട് ദിയ. ബ്രേക്ക് വിട്ടു. ബ്രേക്ക് ചോടത്തെ ഹി. ബ്രേക്ക് വിട്ടപ്പോൾ തന്നെ. ഹി പറഞ്ഞ തന്നെ. ബ്രേക്ക് വിട്ടപ്പോൾ തന്നെ സ്കൂട്ടി ഉജലി. സ്കൂട്ടി കുതിച്ചു. ഉജർന്നാണ് കുതിക്കുക. സ്കൂട്ടി കുതിച്ചു. ആർ പിച്ചലേ പഹിയെ പർ ഗഡി ഹോ ഗയി. ഓർ പിന്നെ എന്താ ഉണ്ടായത്? പിച്ചലേ പഹിയെ. പിച്ചലേ പഹിയെ പറഞ്ഞാല് പിന്നിലുള്ള ചക്രം. പിൻചക്രം. പിൻചക്രത്തിൽ ഗഡി ഹോ ഗയി. പിൻചക്രത്തിൽ നിന്നു. പിച്ചലേ പഹിയെ പറഞ്ഞാല് പിൻചക്രം. ഗഡി ഹോ ഗയ. പിൻചക്രത്തിൽ നിന്നു. അപ്പൊ എന്താ സംഭവിച്ചത്? അമ്മ ആർ സ്കൂട്ടി ദോനോം ഗിരി. അമ്മയും സ്കൂട്ടിയും രണ്ടും വീണു. ദോനോം ഗിരി രണ്ടും വീണു. ദടാം. ടുക്കു കെ സിർ പർ ഗൂമഡ് നിഗൽ ആയ. ടുക്കുവിന്റെ തലയില് ഗൂമഡ് നിഗലായ മുഴച്ചു പൊങ്ങി. ഗൂമഡ് നിഗൽ ആയ പറഞ്ഞാൽ മുഴച്ചു പൊങ്ങ. ടുക്കു വീണതാണല്ലേ. ടുക്കു വീണപ്പോ തലയിൽ എന്തുണ്ടായി? മുഴയുണ്ടായി. തല ഇടിച്ചിട്ട്. അമ്മാക്കി കോഹനി ആർ ഗുഡ്നെ ചിൽഗയെ. അമ്മയുടെ കൈമുട്ടും അതുപോലെ തന്നെ കോഹനി ആർ ഗുഡ്നെ പറഞ്ഞ കൈമുട്ടിലെയും കാൽമുട്ടിലെയും. ചിൽ പറഞ്ഞ തൊലി. കൈമുട്ടിലെയും കാൽമുട്ടിലെയും തൊലി ഉരഞ്ഞ് ഇളകി. ചിൽഗയെ. അമ്മയുടെ കോഹനി ആർ ഗുഡ്നെ. കോഹനി കൈമുട്ട്. ഗുഡ്നെ പറഞ്ഞ കാൽമുട്ട്. കൈമുട്ടിലെയും കാൽമുട്ടിലെയും തൊലി ഇളകിപ്പോയി. രാത് കോ ദോനോം ബിസ്തർ പർ ലേട്ടേതേ. രാത് കോ രാത്രി. ദോനോം രണ്ടുപേരും ബിസ്തർ പർ കിടക്കയിൽ. ലേട്ടേതേ കിടക്കുകയായിരുന്നു. രാത്രി രണ്ടുപേരും കിടക്കയിൽ കിടക്കുകയായിരുന്നു. അമ്മ ബോലി. അപ്പൊ അമ്മ പറയാണ് അബ് നെഹീം ചലാവുങ്കി സ്കൂട്ടി. അബ് പറഞ്ഞ ഇനി നെഹീം ചലാവുങ്കി സ്കൂട്ടി. ഇനി ഞാൻ സ്കൂട്ടി ഓടിക്കുകയില്ല. അമ്മ പറയാണ്. ലോഗ് ഹൻസ് രഹേ ദേ മുझे गिरना देख कर. എന്താ കാരണം? ഞാൻ വീണത് കണ്ടിട്ട്. മുझे गिरना देख कर. ഞാൻ വീണത് കണ്ടിട്ട്. ലോഗ് ഹൻസ് രഹേ ദേ. ആളുകൾ ചിരിക്കുന്നുണ്ടായിരുന്നു. ലോഗ് പറഞ്ഞ ആളുകൾ, ജനങ്ങൾ. ഞാൻ വീണത് കണ്ടിട്ട് ആളുകൾ ചിരിക്കുന്നുണ്ടായിരുന്നു. ഹസ്ന ചിരിക്കുക. ലോഗ് ആളുകൾ. ഹസ്ന ചിരിക്കുക. ഗിർന വീഴുക. ദേക്ക് കർ കണ്ടിട്ട്. ഞാൻ വീണത് കണ്ടിട്ട് ആളുകൾ ചിരിക്കുന്നുണ്ടായിരുന്നു. ഗിർ ഗയെ തോ ക്യാ മസാ തോ ആയാ. ടുക്കു പോലെ. അപ്പൊ ടുക്കു എന്താ പറയുന്നത്? ഗിർ ഗയെ തോ ക്യാ. വീണെങ്കിൽ എന്താ? മസാത്തോ ആയ. നല്ല രസമായല്ലോ. എന്താണ്? നല്ല രസമായി. വണ്ടിന്റെ മുകളിൽ ഇങ്ങനെ കയറി ഇരുന്നിട്ട്
കുറച്ച് സമയമാണെങ്കിലും കുറച്ച് സമയം ആ ചക്രത്തിൽ അങ്ങനെ ഉരുണ്ട് കുറച്ച് ദൂരേക്ക് പോയപ്പം നല്ല രസമായിരുന്നു എന്ന്. മസാത്തോ ആയ, ആ നല്ല രസമായിരുന്നു, വീണാൽ എന്താ എന്ന് പറയാണ് ടുക്കു. ബാത്തുത്തോ സഹീഹേ, അപ്പൊ അമ്മ എന്താ പറയണത്? ആ അതൊക്കെ ശരി തന്നെ, നീ പറഞ്ഞ കാര്യമൊക്കെ ശരി തന്നെ. സ്കൂട്ടീൻ്റെ മുകളിൽ കുറച്ചു നേരം പോയപ്പോൾ നല്ല രസമുണ്ടായിരുന്നു എന്നാണ് അമ്മയുടെ അഭിപ്രായം അല്ലേ. ബാത്തുത്തോ സഹീഹേ, അതൊക്കെ ശരി തന്നെ. സ്കൂട്ടി പർ ബൈഠ്കർ മുझे लगा कि मैं हवा में तैर रही हूँ. അപ്പൊ അമ്മ പറയാണ് സ്കൂട്ടി പർ ബൈഠ്കർ, സ്കൂട്ടിയിൽ ഇരുന്നിട്ട് മുझे लगा कि, എനിക്ക് തോന്നി. സ്കൂട്ടിയിൽ ഇരുന്നപ്പോൾ അമ്മയ്ക്ക് എന്താ തോന്നിയത്? मैं हवा में तैर रही हूँ, ഞാൻ കാറ്റിൽ, ഹവാമേൻ തരണ കാറ്റത്ത് പറക്കുക, ഞാൻ കാറ്റത്ത് പറക്കുകയാണോ എന്ന് എനിക്ക് തോന്നി. നല്ല രസമായിരുന്നു സ്കൂട്ടിയിൽ ഇങ്ങനെ ഇരുന്നിട്ട് ആ ചക്രത്തിൽ ഇങ്ങനെ ഉരുണ്ടിങ്ങനെ ദൂരേക്ക് പോകുമ്പോൾ കാറ്റടിച്ചിട്ട് നല്ല രസമാണല്ലേ, കാറ്റത്ത് പറക്കുന്നത് പോലെ ഇങ്ങനെ എനിക്ക് തോന്നി. ദോനോനെ തൈ കിയാ കി കൽ ഫിർ കോശിഷ് കരേങ്കെ. ദോനോനെ തൈക്കിയ, ദോനോം രണ്ടുപേരും, തൈക്കിയ തീരുമാനിച്ചു, കി എന്തെന്നാൽ, എന്താണ് രണ്ടുപേരും തീരുമാനിച്ചത്? കൽ നാളെ, ഫിർ വീണ്ടും, കോശിഷ് കരേങ്കെ ശ്രമിക്കും, നാളെ വീണ്ടും ശ്രമിക്കും എന്ന് രണ്ടുപേരും തീരുമാനിച്ചു. വീണു എന്ന് കരുതിയിട്ട് ഇനി വണ്ടി എടുക്കാതെ നിൽക്കൂല, എന്ത് ചെയ്യും? നാളെ ഇനിയും ശ്രമിക്കും, ഓട്ടിച്ച് പഠിക്കുന്നത് വരെ ഞങ്ങൾ ശ്രമിക്കും എന്ന് രണ്ടുപേരും എന്ത് ചെയ്തു? തീരുമാനിച്ചു. ദോനോം ഏക് ദൂസരേക്ക് ഗലേമേ ബാഹേൻ ഡാൽക്കർ സോ ഗയേ. ദോനോം രണ്ടുപേരും ഏക് ദൂസരേക്ക് ഗലേമേം ബാഹേൻ ഡാൽക്കർ, ഒരാൾ മറ്റൊരാളുടെ കഴുത്തിലൂടെ കൈയിട്ടിട്ട്, ഗലേമേം ബാഹേൻ ഡാൽ എന്ന് പറഞ്ഞാൽ കഴുത്തിൽ കൈകൾ ഇട്ടുകൊണ്ട്, അതായത് കെട്ടിപ്പിടിച്ചുകൊണ്ട്, രണ്ടുപേരും കെട്ടിപ്പിടിച്ചുകൊണ്ട്, സോഗയെ ഉറങ്ങി. അമ്മാനെ സപ്പനാദേക്ക, അങ്ങനെ ഉറങ്ങുന്ന സമയത്ത് അമ്മ സ്വപ്നം കാണാണ്. वो टुक्कू को स्कूटी पर बिठाए स्कूल छोड़ने जा रही है. അവര് ടുക്കുവിനെ സ്കൂട്ടി പർ ബിഡായ, ടുക്കുവിനെ സ്കൂട്ടി പർ ബിഡായ, സ്കൂട്ടിയിൽ ഇരുത്തിക്കൊണ്ട്, സ്കൂൾ ചോടനെ ജാ രഹി ഹെ, സ്കൂളിൽ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് വരികയാണ്. ഇരുത്തിക്കൊണ്ട് എന്താണ്? സ്കൂൾ ചോടനെ, സ്കൂളിലേക്ക് വിടാൻ വേണ്ടിയിട്ട്, സ്കൂളിൽ ചെന്ന് കൊണ്ട് വിടാൻ വേണ്ടിയിട്ട്, ജാരഹിയെ പോകുന്നതായിട്ട് അമ്മ അങ്ങനെ സ്വപ്നം കാണുകയാണ്. സ്കൂട്ടിയിൽ ടുക്കുവിനായിട്ട് സ്കൂളിലേക്ക് കൊണ്ടുപോകുന്നതായിട്ട് അമ്മ സ്വപ്നം കാണുന്നു. ഉസീ വക്ത് ടുക്കു ബിയേക്ക് സപ്നാദേക്ക് രഹാദ, ആ സമയത്ത് അമ്മ അങ്ങനെ സ്വപ്നം കാണുകയാണ് ഉറങ്ങുന്ന സമയത്ത്. അതേപോലെ ഉറങ്ങുന്ന സമയത്ത്, ഉസീ വക്ത് ആ സമയത്ത്, ടുക്കു ബി ഏക്ക് സപ്നാദേക്ക് രഹാദ, ടുക്കും എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു? ആ ഒരു സ്വപ്നം കാണുന്നുണ്ടായിരുന്നു. ടുക്കു ബി ഏക്ക് സപ്ന ദേക്ക് രഹാദ, എന്താണ് ആ കണ്ട സ്വപ്നം? कि वो अम्मा को साइकिल पर बिठाकर बाजार घुमा रहा है. എന്താണ് അവൻ കണ്ട സ്വപ്നം? वो अम्मा को साइकिल पर बिठाकर, അവൻ അമ്മയെ സൈക്കിൾ पर बिठाकर, സൈക്കിളിൽ ഇരുത്തിയിട്ട്, ബാസാർ ഘുമാ രഹാ ഹേ, ബാസാർ പറഞ്ഞാൽ ചന്ത, ചന്തയിലൊക്കെ ചുറ്റിക്കറങ്ങുന്നത് അവൻ സ്വപ്നം കാണുന്നുണ്ടായിരുന്നു. അമ്മ മകനെയും കൊണ്ട് സ്കൂളിലേക്ക് പോകുന്നതും മകൻ അമ്മയെയും കൊണ്ട് ചന്തയിലേക്ക് പോകുന്നതും രണ്ടുപേരും ഉറക്കത്തിൽ സ്വപ്നം കാണുന്നുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ എത്രയാണ് നമ്മുടെ ഈ കഹാനിയുള്ളത്? വളരെ രസകരമായ ഒരു ചെറിയ കഥയാണിത്. ചലേം എന്നാണ് നിങ്ങളുടെ കഹാനിയുടെ പേര്. എല്ലാവരും ക്ലാസ് മുഴുവനായിട്ടും കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക. പലരും ലൈക്ക് ചെയ്യാൻ മറക്കുന്നുണ്ട്, മറക്കാതെ ലൈക്ക് ചെയ്യണം. ഓക്കെ.